പശ്ചിമേഷ്യയിലെ ഈ യുദ്ധ സാഹചര്യം ഏറ്റവും കൂടുതൽ ബാധിക്കാനിടയുള്ള ഒരു നാട് കേരളമാണ്. ഇസ്രായേലിനെതിരായ തുടർച്ചയായ ആക്രമണത്തിലൂടെ ഇറാൻ ഏറെക്കുറെ യുദ്ധമുഖത്ത് ഇറങ്ങിക്കഴിഞ്ഞു. ഇറാഖിന് മുകളിലൂടെ ഇസ്രായേലിലേക്ക് പായുന്ന മിസൈലുകൾ ശരിക്കും 3 രാജ്യങ്ങളെയാണ് യുദ്ധനിഴലിലാക്കുന്നത്. ഇത് കൂടാതെ ലെബനനും യമനും സിറിയയും പലസ്തീനും ഇസ്രായേലും ഇവിടെയൊക്കെ ഉള്ളതിന്റെ 10 മടങ്ങ് മലയാളികളുണ്ട് സൗദിയിലും സമീപ രാജ്യങ്ങളിലും. സൗദിയുടെ അതിർത്തിയിലൂടെ ചെങ്കടലിന് മുകളിലൂടെയാണ് യമനിൽ നിന്നും ഹൂതികൾ മിസൈൽ അയച്ചത്. ഇങ്ങനെ യുദ്ധനിഴലിൽ നിൽക്കുന്നു എന്നതല്ല മലയാളികൾക്ക് നേരിട്ട് ബാധിക്കാനുള്ള കാരണം. കുവൈറ്റ് യുദ്ധകാലത്ത് എന്നതുപോലെ വലിയ തോതിലുള്ള ഒരു പലായന സാധ്യതയും നിലവിലില്ല. പക്ഷേ പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന ഈ അനിശ്ചിതത്വം പ്രതിഫലിക്കുക കേരളത്തിന്റെ അടുക്കളയിലാകും. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. യുദ്ധ നടുവിലെ മലയാളി. ഇന്ത്യക്ക് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം ഇന്ധനവിലയിൽ സമീപകാലത്തൊന്നും ഒരു കുറവുണ്ടാകില്ല എന്നൊരു തിരിച്ചറിവാണ്. മാത്രമല്ല, വില ദിവസം പ്രതി കൂടുന്നുമുണ്ട്. രാജ്യാന്തര വില ഉയരുന്നതിനാൽ തന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ രാജ്യത്ത് വില ഉയർത്താൻ എണ്ണ കമ്പനികൾ നിർബന്ധിതരാകും. ആക്രമണം ആരംഭിച്ചതോടെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണ നീക്കത്തിൽ ഇപ്പോൾ തന്നെ ഏറെക്കുറെ തടസ്സമുണ്ടായിട്ടുണ്ട്. ചെങ്കടലിലൂടെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒരു നീക്കവും അത്ര എളുപ്പവുമല്ല. ഇറാനിലെ ഷിയ ഭരണത്തോടോ അവിടുത്തെ ജനതയോടോ മമത ഉള്ളവരല്ല ഗൾഫിലെ മറ്റ് ഭൂരിപക്ഷം രാഷ്ട്രങ്ങളും. കാലങ്ങളായി ഇറാൻ ഏറെക്കുറെ ഒറ്റയ്ക്കുമായിരുന്നു. ഷിയ സുന്നി വേർതിരിവ് യുദ്ധം പോലൊരു സാഹചര്യത്തിൽ മാഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയാണ് ഒരു വശത്ത്. ഇവിടെ ഇറാൻ യുദ്ധം ചെയ്യുന്നത് പലസ്തീന് വേണ്ടിയാണ്. അവരിപ്പോൾ ആഗോള മുസ്ലിമിന്റെ പ്രതീകവുമാണ്. പരസ്പരം പോരടിച്ച് സർവനാശമുണ്ടായ സിറിയയിലും ലെബനനിലും യമനിലും ഇത്രയും കാലം ഇടപെട്ടതുപോലെ അല്ല ഇനി. ഇവിടെ ശത്രു അപരനാണ്, അത് ജൂതരാണ്, പിന്നെ അമേരിക്കയും. അതുകൊണ്ട് തന്നെ വൈകാരികവും സ്വത്വപരവുമാണ് ഇപ്പോൾ ഇറാൻ നയിക്കുന്ന ഈ യുദ്ധം. ഇവിടെ യുദ്ധം നയിക്കുന്നത് ഇറാൻ സമീപകാലത്ത് നിയമിച്ച പ്രസിഡന്റ് അല്ല, സയ്യിദ് അലി ഹൊസൈനി ഖമനിയെ തന്നെയാണ്. ലെബനനിൽ കൊല്ലപ്പെട്ടത് ഖമനിയയുടെ പ്രതിപുരുഷനായിരുന്ന ഹസൻ നസറള്ളയും. ലെബനന്റെയും ഹിസ്ബുള്ളയുടെയും കരുത്തും കാഴ്ചപ്പാടുമായിരുന്നു നസറള്ള എന്ന് പറയുമ്പോൾ തന്നെ ഖമനിയുടെ തീർപ്പുകളുടെ നടത്തിപ്പുകാരനുമായിരുന്നു. ഇറാന്റെ വലതുകൈയാണ് ഇവിടെ ഛേദിക്കപ്പെട്ടതും. അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം അസാധാരണമായ മാനങ്ങൾ ഉള്ളതാകുന്നതും. ഇതുവരെ എത്രയോ തവണ ലെബനനിലും യമനിലും ഇസ്രായേലിലും ഒക്കെ ആക്രമണം നടന്നിരിക്കുന്നു. എത്രയോ തവണ സൗദി തന്നെ ഹൂതികൾക്ക് തിരിച്ചടി നൽകിയിരിക്കുന്നു. മധ്യേഷ്യയിലെ താവളങ്ങളിൽ നിന്നും പറന്നു വന്ന അമേരിക്കൻ വിമാനങ്ങൾ എത്ര തവണ ഈ 2 രാജ്യങ്ങളിലും ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഉണ്ടാകാത്ത സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. അതിനുള്ള കാരണം അന്നൊക്കെ യുദ്ധം ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കും IS-നും അൽ-ഖ്വയ്ദയ്ക്കും ഒക്കെ എതിരെ മാത്രമായിരുന്നു. ഇവിടെ ഇറാൻ തന്നെയാണ് ലക്ഷ്യം. അതിന് വ്യക്തമായ കാരണവുമുണ്ട്. മലയാളി റിൻസൺ ജോസ് ബൾഗേറിയയിൽ സ്ഥാപിച്ച കമ്പനി വഴി എത്തിച്ച പേജറുകളാണ് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചത്. ഹിസ്ബുള്ളയുടെ മാത്രമല്ല, ഇറാന്റെ ഉന്നതരും കൊല്ലപ്പെടുമെന്നായിരുന്നു ഇസ്രായേൽ പ്രതീക്ഷ. അതിനുള്ള കാരണം ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും ഉന്നത നേതൃത്വത്തിനായിരുന്നു പേജറുകൾ വിതരണം ചെയ്തത്. കൊല്ലപ്പെട്ടവരെല്ലാം ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കളുമായിരുന്നു. ഒപ്പം ഇറാന്റെ MP-യും നയതന്ത്ര പ്രതിനിധിയും ഉൾപ്പെട്ടു. 5000 പേജറുകൾ നൽകിയതിൽ 2800 എണ്ണം മാത്രമേ ആ സമയത്ത് ഓണായിരുന്നുള്ളൂ. വിതരണം ചെയ്ത പേജറുകളെല്ലാം തുറന്നിരുന്നുവെങ്കിൽ ഹിസ്ബുള്ളയുടെ ഉന്നത നേതൃത്വം മാത്രമല്ല, ഇറാനിലെ ഉന്നതരും അതിൽ ഉൾപ്പെടുമായിരുന്നു. ഹിസ്ബുള്ളയുടെ പേജറുകൾ ഇറാൻ പ്രസിഡന്റിനും പരമോന്നത നേതാവിനും വരെ അയച്ചിരുന്നു. അവരാരും ഉപയോഗിച്ചു തുടങ്ങിയില്ല എന്നതിനാൽ മാത്രമാണ് വലിയൊരു നേതൃനിരയെ ഇല്ലാതാക്കാനുള്ള ആ ഒരു പദ്ധതി പാളിയത്. ഈ ഒറ്റ ആക്രമണം തന്നെയാണ് ഇറാനെ ശരിക്കും പ്രകോപിപ്പിച്ചതും. ഇതുവരെ രാഷ്ട്രങ്ങളുമായി ആയിരുന്നില്ല ഇസ്രായേലിന്റെ യുദ്ധം. ശത്രുക്കൾ ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളുമായിരുന്നു. പേജർ യുദ്ധത്തിനു ശേഷം അത് ഇറാനാണ്. ഇവിടെയാണ് പശ്ചിമേഷ്യയുടെ ആ ചരിത്രം തന്നെ മാറുന്നത്. പശ്ചിമേഷ്യയിലെ എല്ലാ സംഘർഷങ്ങളിലും ഇന്ത്യ ചേരാതെ നിൽക്കുകയായിരുന്നു പതിവ്. ഇറാൻ ഇറാഖ് യുദ്ധത്തിലും ഇറാഖ് കുവൈറ്റ് യുദ്ധത്തിലും ഒക്കെ ഇന്ത്യക്ക് ഒരൊറ്റ പക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളുടെ സുരക്ഷ. സിറിയയിൽ ആക്രമണം തുടങ്ങിയപ്പോഴും ലെബനനിലുമൊക്കെ അതുമാത്രമായിരുന്നു ഇന്ത്യയുടെ ആശങ്കയും. അഫ്ഗാനിസ്ഥാനിൽ IS-നെതിരെ
2 പതിറ്റാണ്ട് അമേരിക്കയും നേറ്റോയും യുദ്ധം ചെയ്തപ്പോഴും ഇന്ത്യ അനങ്ങയില്ല. തൊട്ടടുത്ത പാകിസ്ഥാനിലെത്തി ഉസാമ ബിൻ ലാദനെ അമേരിക്ക വധിച്ചപ്പോഴും ഇന്ത്യ അമിതാഹ്ലാദം പ്രകടിപ്പിച്ചില്ല. പക്ഷേ ഇവിടെ ഈ സ്ഥിതി കൂടുതൽ സങ്കീർണമാണ്. BJP അധികാരത്തിലെത്തിയ ശേഷം ഇന്ത്യ ഇസ്രയേൽ പ്രതിരോധ സഹകരണം ഏറ്റവും ഉയർന്ന നിലയിലായി. ഇസ്രായേൽ ചാര സോഫ്റ്റ്വെയർ വരെ ഇന്ത്യ ഉപയോഗിച്ചു തുടങ്ങിയതുൾപ്പെടെ നിരവധി വിവാദങ്ങളും വന്നു. അതോടൊപ്പം തന്നെ ഇറാൻ ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ സുഹൃത്തുമാണ്. ഉപരോധമുണ്ടായ കാലത്ത് ഇറാനെ ഇന്ത്യ തുണച്ചത് അമേരിക്കയുടെ വിരട്ടൽ പോലും അവഗണിച്ചാണ്. പേർഷ്യയും ഇന്ത്യയും ഒന്നായിരുന്നു, സംസ്കാരത്തിലും ജീവിതത്തിലും. ഇവിടെ എന്തു നിലപാട് സ്വീകരിക്കും എന്നതാണ് ചോദ്യം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയും യുക്രൈന്റെ ഒലോഡിമർ സെലൻസ്കിയെ കെട്ടിപ്പുണരുകയും ചെയ്തതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അത്ര വേഗം കോട്ടിയിടക്കി കൊണ്ടുപോകാൻ കഴിയുന്നതല്ല ഇറാനും ഇസ്രായേലും. രണ്ടും അതിതീവ്രതയുടെ 2 വശങ്ങളാണ്. അലി ഖമനിയ ഇപ്പോഴും ഷിയ നേതാവ് എന്നതിനപ്പുറം ആഗോള മുസ്ലിമിന്റെ പ്രതിനിധിയായി തന്നെ നിൽക്കുകയാണ്. അമേരിക്കയുടെയും നേറ്റോയുടെയും പിന്തുണയുണ്ട് എന്നൊരൊറ്റ കാരണത്താൽ മാത്രം ഇസ്രായേലിന് അനായാസം ജയിക്കാവുന്ന ഒരു യുദ്ധമല്ല ഇറാനെതിരെ നടത്തുന്നത്. ഇറാൻ ഇറങ്ങിയാൽ പിന്നെ റഷ്യയുടെയും ചൈനയുടെയും നിലപാടുകൾ നിർണായകമാകും. അങ്ങനെ വലിയൊരു യുദ്ധമായി അത് മാറാതിരിക്കണമെങ്കിൽ ഇസ്രായേൽ പിന്മാറുക എന്നതിനുമപ്പുറം മറ്റൊരു സാധ്യതയുമില്ല. ആയുധബലത്തിന്റെ അഹന്തയിൽ നിൽക്കുന്ന ഇസ്രായേലിലെ ബെഞ്ചമിൻ നെതന്യാഹുവിന് പിന്മാറ്റം പ്രഖ്യാപിച്ചാൽ രാഷ്ട്രീയ ഭാവി തകരും എന്നത് മാത്രമല്ല പ്രശ്നം. തലയ്ക്ക് മുറിവേറ്റ ഹിസ്ബുള്ളയും ഉള്ളകം നൊന്തു നിൽക്കുന്ന ഹൂതികളും ഉടലാകെ പൊള്ളി നിൽക്കുന്ന ഹമാസുമാണ് ചുറ്റുമുള്ളത്. അവരെങ്ങനെ അടുത്ത ഘട്ടത്തിൽ തിരിച്ചടിക്കും എന്നതും ഉറപ്പുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് സർവനാശം കാണാതെ കയറാനാകില്ല എന്ന് ഇസ്രായേൽ പറയുന്നതും. ആ നീക്കവുമായി മുന്നോട്ട് പോയാൽ ഇറാന് ഇനി അടങ്ങിയിരിക്കാനും കഴിയില്ല. അതാണ് മധ്യേഷ്യയുടെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ ആശങ്കയിലാക്കുന്നത്. നമ്മൾ മലയാളികളെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നതും അതുതന്നെയാണ്. ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും. നമസ്കാരം.